ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ല ആലോചിക്കുന്നത്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും കൂന്തലിനെ കൊണ്ടാണ് ഇന്നത്തെ ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കൂന്തൽ മസാല ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കടായി ഒന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. കടായി ചൂടായതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓയിൽ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നമുക്കൊരു 5 to 6 ടേബിൾ സ്പൂണിലധികം ഓയിൽ വേണം. അപ്പോൾ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഉള്ളി ക്രിസ്പി ആയിട്ടൊന്ന് പൊരിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ വഴറ്റിയെടുക്കുകയല്ല വേണ്ടത്, ഒന്ന് പൊരിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഇതുപോലെ തന്നെയാണ് നിങ്ങളും പൊരിച്ചെടുക്കേണ്ടത് ഉള്ളി. ലൈറ്റായിട്ടൊരു സ്പാച്ചുല വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ വഴറ്റിയെടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്ന് തുടങ്ങി. അപ്പം നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴാണ് നമുക്കിത് ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. നമുക്കൊരു സ്ലോട്ടഡ് സ്പൂൺ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബ്രൗൺ ആയി തുടങ്ങുമ്പം തന്നെ എടുക്കണം. പ്രത്യേകം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഇത് കരിഞ്ഞിട്ടില്ല, നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇത് കരിഞ്ഞ പോലെ തോന്നുന്നുണ്ടെങ്കിലും കരിഞ്ഞു പോയിട്ടില്ല. ഡാർക്ക് ബ്രൗൺ ആയപ്പോൾ തന്നെ ഞാൻ റിമൂവ് ചെയ്തിരുന്നു. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടിക്ക് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി കൊടുക്കാം. ഇനി ഇതേ ഓയിലിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ കല്ലിലിട്ട് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത് നമുക്ക്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കരിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 തണ്ടിൻ്റെ കരിവേപ്പില ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, തണ്ട് മാറ്റിയിട്ട്. അപ്പോൾ കരിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പം നമ്മൾ കരിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഉള്ളി വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ്, അതായത് ഈ ഇഞ്ചി വെളുത്തുള്ളി മിക്സും ഉള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക വേണ്ടുന്നത്. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എത്രമാത്രം വഴറ്റിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കൂന്തലിനെ കൊണ്ട് നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നത്. നിങ്ങളും ഈ മോഡലിലാണോ കൂന്തലിൻ്റെ ഗ്രേവി ആക്കാറെന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാകുമ്പോഴാണ് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയുന്നില്ല, അടുത്ത സാധനം ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ഡയറക്റ്റ് അല്ല ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പകരം നമ്മൾ തക്കാളി 2 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 തക്കാളി മിക്സിയിലിട്ടിട്ട്
അരച്ചിട്ടാണ് ഞാനിവിടെ ഒരു പ്യൂരി രൂപത്തിലാണ് ഈ ഗ്രേവിയിലേക്ക്, അതായത് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ പാത്രം ഉണ്ടല്ലോ, അരച്ച മിക്സർ ജാറിൽ കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് ആ ഒരു പറ്റലൊന്ന് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ വെള്ളം മാത്രമേ മിക്സർ ജാറിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വെള്ളം ഒന്നും നമ്മൾ ഈ ഗ്രേവിയിൽ ആഡ് ചെയ്യുന്നതല്ല. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ജീര മസാലയാണ്. അപ്പോൾ ജീര മസാല ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കൊറിയാൻഡർ പൗഡറാണ്, അതായത് നമ്മളെ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നമ്മളെ സാദാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് സാദാ മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിഞ്ചിൻ്റെ അളവിൽ മഞ്ഞൾ പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ മസാലാസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോൻ്റെ അളവിൽ കൂന്തൽ എടുത്തിട്ടുണ്ട്. കൂന്തൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കൂന്തലിൻ്റെ തലേൻ്റെ ഭാഗം എടുത്തിട്ടില്ല, വെറും ബോഡി മാത്രം എടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂന്തലെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി എൻ്റെ പാകത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവി ആയിട്ട് ഈ കൂന്തൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പം നമ്മൾ കൂന്തൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ കൂന്തലിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് 5 to 10 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മൂടി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വെള്ളം ഉള്ളതുപോലെ. കാരണം ആ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, നമ്മൾ ഇതുവരെ ഈ ഗ്രേവിയിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അപ്പം നന്നായിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇനിയും വേണ്ടത് നമുക്ക്. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫ്ലെയിം ഇവിടെ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ഇനി 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിഷ് മസാല ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഇടയ്ക്ക് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്കിനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഈ ഒരു ടൈം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കളറ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കുറച്ച് നല്ല കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണിത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 പിഞ്ചിൻ്റെ അളവിൽ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഡയറക്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്.
അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമ്മളെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക വേണ്ടത്. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ ക്രിസ്പി ആയിട്ട്, അത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇത് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഫുൾ കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം ഗ്രേവിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക ഉപ്പ് എരിവ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപ്പും എരിവും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെ മല്ലിച്ചപ്പാണ്. ഞാനൊരു കൈപ്പിടീൻ്റെ അളവിൽ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു കൈപ്പിടീൻ്റെ അളവിലാണ് മല്ലിച്ചപ്പ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് ചപ്പാത്തീൻ്റെ കൂടെയോ എന്തിനോ പറയുന്നു, നമുക്കിത് റൈസിൻ്റെ കൂടെ തന്നെ കഴിക്കാം കേട്ടോ. ഒരു പപ്പടം കൂടി കാച്ചിയാൽ മതി. അടിപൊളി ഒരു കൂന്തൽ മസാല തന്നെയാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയുക. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സെർവിങ് പ്ലേറ്റിൽ ഇവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുതേ. അപ്പം നമ്മളെ കൂന്തൽ മസാല ഗ്രേവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.